വന്നവരും വരുന്നവരും നിന്നെ ടാർഗറ്റ് ചെയ്യും. പക്ഷെ നീ അത് ക്ഷമിച്ച് അതിൽ വീഴാതെ സഹനശക്തിയോടെ നിന്നേക്കണം. നീ അതിൽ പെട്ടുപോകരുത്, തോറ്റുപോകരുത് എന്നൊരു കമന്റ് ഇന്നലെ അഭിലാഷ് അനുവിന്റെ അടുത്ത് രാത്രി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കാര്യങ്ങളുടെ സത്യാവസ്ഥ ഇനി ആർക്കും മനസ്സിലാവാതെയൊന്നുമല്ല. പക്ഷെ അഭിലാഷ് ഇന്നലെ ഇത്രയും പ്രശ്നങ്ങൾ രാത്രി അവിടെ നടക്കുന്ന സമയത്ത് അപ്പാനി ബിൻസി വിഷയം സംസാരിക്കുന്ന സമയത്ത് അനുമോൾക്ക് സപ്പോർട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് സംസാരിച്ച വ്യക്തി അഭിലാഷായിരുന്നു. അതിന് ശേഷം അഭിലാഷുമായിട്ട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ അവിടെ ആണയിട്ട് സത്യമിട്ട് അവിടെ പറയുന്നുണ്ട് അനുമോള്, ഞാൻ 16 ലക്ഷത്തിന്റെ PR കൊടുത്തിട്ടില്ല, ഞാൻ എന്റെ ചേച്ചിയുടെ മകനാണേ സത്യം, ഞാൻ 16 ലക്ഷത്തിന്റെ PR കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് അഭിലാഷ് ഈ കാര്യം പറയുന്നത്, വന്നവരും ഇനി വരുന്നവരുടെയും ടാർഗറ്റ് നീ മാത്രം തോറ്റു കൊടുക്കരുത് എന്നൊരു കാര്യം. അപ്പോൾ സംഭവം അനുമോൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മനസ്സിലാക്കിയതുകൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്തോ കാരണങ്ങൾ കൊണ്ട് അനുമോൾ അവിടെ പൊട്ടിത്തെറിക്കാതെ ഭയങ്കര കൺട്രോൾഡ് ആയിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അനുമോളെ മാക്സിമം പ്രൊവോക്ക് ചെയ്യാനായിട്ട് അവിടെയുള്ള എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അനാവശ്യങ്ങളാണ് അനുമോളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അനുമോൾ അവിടെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്ത് മാക്സിമം അധികം സംസാരിക്കാതെ കാര്യങ്ങൾ അവിടെ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ അപ്പാനി ബിൻസി വിഷയത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു വീട്ടിലെ ഈ ഒരു കാര്യം സംസാരിച്ചിട്ടുള്ളത് ആദ്യം അനുമോളല്ല, സംസാരിച്ചിട്ടുള്ളത് ശൈത്യയാണ്. ശൈത്യയും ആദിലയും നൂറയും ഒക്കെ ഷാനവാസിന്റെ അടുത്തൊക്കെ ഇവരാണ് പറഞ്ഞു കൊടുത്തത്. ഇതറിഞ്ഞിട്ടാണ് ഷാനവാസ് അപ്പാനീനെ ബ്ലാക്ക് മെയിൽ ചെയ്തത്. അതും ഷാനവാസിന്റെ അടുത്ത് ശൈത്യ ഇത് പറയുന്ന സമയത്ത് ഷാനവാസിന് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. എന്നിട്ടാണ് പിന്നീട് ഇത് അറിഞ്ഞിട്ട് ഷാനവാസ് അപ്പാനീന്റെ അടുത്ത് വന്ന് ഇങ്ങനെ ബ്ലാക്ക് മെയിൽ പോലെയൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അനുമോള് പറഞ്ഞിട്ടല്ല ഇത് അറിഞ്ഞിട്ടുള്ളത്. ഇനി അനുമോള് പറഞ്ഞത് മാത്രമാണ് എപ്പിസോഡിൽ വന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതായത് ലൈവിൽ നടക്കുന്ന പല സംഭവങ്ങളും എപ്പിസോഡിൽ വരുമ്പോൾ ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ലൈവിൽ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളും വെച്ച് നോക്കുന്ന സമയത്ത് ഈ വിഷയത്തെക്കുറിച്ച് ആ വീട്ടിലുള്ള എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്, വളരെ മോശമായി സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അനുമോളുടെ കണ്ടന്റ് ഈ അനുമോൾ ഇങ്ങനെ എന്തെങ്കിലും ആരെ കുറിച്ച് പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ അത് എപ്പിസോഡിൽ കറക്റ്റ് ആയിട്ട് വരും. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ അനുമോളുടെ അടുത്ത് മാത്രം അത് ചോദിക്കും. ബാക്കി പറഞ്ഞവരൊക്കെ അപ്പോൾ നല്ല പിള്ളകളാവും. അത് തന്നെയായിരുന്നു ഇന്നലെ നമുക്ക് രാത്രി അവിടെ കാണാനായിട്ട് സാധിച്ചത്. അവിടെ എല്ലാവരും കൂടിയിട്ട് അതിന്റെ പഴി മുഴുവൻ അനുമോളുടെ തലയിലേക്ക് ഇട്ടു. ഈ പറയുന്ന ആദിലെ നൂറയും ശൈത്യയും എത്ര മോശമായിട്ട് ഈ ഒരു ടോപ്പിക് അവിടെ സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് അവരുടെ ലൈഫിനെ ബാധിക്കും, നീ അങ്ങനെയൊന്നും പറയല്ലേ എന്നാണ് ഞങ്ങൾ പറഞ്ഞത് എന്ന് അവിടെ പറഞ്ഞിട്ട് അനുമോളുടെ അടുത്ത് പറയണം. അനുമോളാകെ ഷോക്കായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇത് ആ സമയത്ത് ചോദിച്ച സമയത്ത് അപ്പോൾ നമുക്ക് പറയില്ലേ, ചില കള്ളന്മാര് പിടിക്കപ്പെടുന്ന സമയത്ത് പെട്ടെന്ന് കയറി എഴുന്നേറ്റ് ആ ഒരു ടോപ്പിക് ചേഞ്ച് ചെയ്യാനായിട്ട് നോക്കും, ദേഷ്യപ്പെട്ട് വേറെ. അതായിരുന്നു ഇന്നലെ ആദിലയുടെ പ്രകടനം എന്ന് പറയുന്നത്. ആദില പെടും എന്ന് മനസ്സിലായ സമയത്ത് എഴുന്നേറ്റ് നിന്ന് കള്ളി നോണച്ചി എന്നൊക്കെ അനുമോളെ വിളിച്ചിട്ട് അനുമോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു, ക്ലീവേജ് കാണിച്ചു എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോശമായിട്ട് അനുവിന്റെ തലയിലേക്ക് മുഴുവൻ അങ്ങോട്ട് ഇട്ടു. അപ്പൊ എന്തായി, ഇവരെല്ലാവരും നല്ല കുട്ടികളായി. നല്ല പിള്ളകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പോലെ നല്ല പിള്ളകൾ വേറെ ഇല്ല. അനു മാത്രമാണ് ഇപ്പൊ ആ വീട്ടിലെ ഏറ്റവും മോശം മത്സരാർത്ഥി. ഇന്നലെ നമ്മുടെ ശാരിക തന്നെ പറയുന്നുണ്ട്, ജിസയിലും ആരിന്റെയും വിഷയം ഒരിക്കലും അനുമോളല്ല ആദ്യം കൊണ്ടുവന്നവിടെ സംസാരിച്ചത്, അതിനെ തിരി കൊളുത്തി വിട്ടത് ഈ പറയുന്ന ആദിലെ നൂറയുമാണ്. എന്നിട്ട് അവസാനം അത് അനുമോളുടെ തലയിലേക്ക് ഇട്ടിട്ട് അവർ രക്ഷപ്പെട്ടു എന്നുള്ളത് ഇന്നലെ ശാരിക പറയുന്നുണ്ട്. അപ്പൊ ഇവർക്ക് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ, എല്ലാം അനുമോളുടെ തലയിലേക്ക് ഇടും. അനുമോൾ ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ വഴക്കിടുന്ന സമയത്ത് ഇത് വിളിച്ചു പറയും. അപ്പോൾ അനുമോളാണ് പറഞ്ഞത് അങ്ങടായി. ബാക്കി അനുമോളുടെ അടുത്ത് ഇത് കൊളുത്തി കൊടുത്തവരും അനുമോൾക്ക് തോതി കൊടുത്തവരും അനുമോളുടെ തലയിലേക്ക് ഇത് കയറ്റി കൊടുത്തവരും ഒക്കെ നല്ല പിള്ളകൾ. ഇവരെ പോലെ നല്ല കുട്ടികൾ വേറെ ഇല്ല എന്നുള്ള തരത്തിലാണ് ഇപ്പൊ ബിൻസിയുടെ മറ്റൊരു വീഡിയോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ബിൻസി നമ്മുടെ ജിസേലിനെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നത്, ജിസേലേന്ന് വിളിച്ചുകൊണ്ട് നെവിൻ ചെല്ലുന്നതും നെവിൻ കെട്ടിപ്പിടിക്കുന്നതും ജിസേലിന്റെ പുറകെ ആണുങ്ങൾ മുഴുവൻ നടക്കുന്നതും ഒക്കെ വളരെ മോശമായിട്ട് കമന്റ് ചെയ്യുന്ന ബിൻസിയുടെ ഒരു വീഡിയോ ഇപ്പൊ സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പോൾ ഈ വീട്ടിലുള്ള ഒട്ടുമിക്ക പേരും ജിസേലിന്റെയും ആര്യന്റെയും വിഷയത്തിൽ പലതും പറഞ്ഞിട്ടുണ്ട്. ജിസേലിന്റെ പുറകെ ആ വീട്ടിലുള്ള എല്ലാ ആണുങ്ങളും നടക്കുന്നു എന്ന് ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ ചോദിക്കുമ്പോൾ അനുവിന്റെ അടുത്ത് മാത്രം ചോദിക്കും, അനു പറഞ്ഞത് മാത്രം അവിടെ കാര്യമായിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ അനു ടാർഗറ്റ് ചെയ്യപ്പെടും. ഇപ്പോൾ ലാസ്റ്റ് വന്ന സമയത്തും ഇവരെല്ലാവരും അവിടെ അനുമോളുടെ തലയിലേക്ക് മുഴുവൻ കാര്യങ്ങളും അവർ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളും അനുമോളാണ് ചെയ്തതെന്ന് വരുത്തി തീർത്തുകൊണ്ട് അനുമോളുടെ തലയിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. അതിന്റെ സത്യാവസ്ഥ പുറത്തുനിന്ന് മനസ്സിലായവരുണ്ട്, മനസ്സിലാക്കാത്തവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ അഭിലാഷ് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു. അനുമോളുടെ അടുത്ത് അങ്ങനെ ഓവറായിട്ടുള്ള പ്രശ്നങ്ങൾക്കോ വഴക്കുകൾക്കോ ഒന്നും നിൽക്കുന്നില്ല. അതുപോലെ തന്നെ പ്രവീണും നിൽക്കുന്നില്ല. എന്തോ
എന്തുകൊണ്ട് അവർക്ക് മനസ്സിലായതുകൊണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഇനി ലാസ്റ്റ് നിമിഷത്തിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ഒരു ഗെയിമും ഇല്ല, ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗെയിം നമുക്ക് വേണ്ട എന്ന് തോന്നിയിട്ടാണോ എന്നറിയില്ല. പക്ഷേ ഇന്നലെ ശൈത്യ ഈ ആദില നൂറ നമ്മുടെ ഷാനവാസിന്റെ അടുത്ത് ഇരുന്ന് പറയുന്നുണ്ട്, പ്രവീണുമായിട്ട് ഒരു ലവ് ട്രാക്ക് ആയിരുന്നു അനുമോള് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത് പ്രവീണിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മളിവിടെ ക്യാമറകളൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്, നമുക്കൊരു ലവ് ട്രാക്ക് പിടിച്ചാലോ എന്ന് അനുമോള് പ്രവീണിന്റെ അടുത്ത് പറഞ്ഞു എന്ന്. ഷാനവാസ് ഇത് കേട്ടിട്ട് ഇങ്ങനെ ഷോക്കായിട്ടിരിക്കുന്നത്, അങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഷാനവാസ് ഷോക്കായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ശൈത്യ എന്ന് പറയുന്ന വ്യക്തി ഞാൻ കട്ടപ്പ എന്നൊന്നും വിളിക്കില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും വലിയ പൂതനങ്ങളായതുകൊണ്ട് കട്ടപ്പ എന്നുള്ള വീട് പോലും വിളിക്കാനായിട്ട് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഈ ശൈത്യ എന്ത് മോശം വർത്താനാണ് പറഞ്ഞത്. ഇന്നലെ രാത്രി അവരെല്ലാവരും തങ്കച്ചന്റെ വിഷയവും അതിനു മുമ്പും ഒക്കെ എടുത്തിരുന്നുണ്ട്. അതൊരു സ്ക്രിപ്റ്റഡ് ഷോ ആയിരുന്നു എന്നുള്ളത് ഇവർക്ക് ആർക്കും മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമില്ലേ. ഇവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ ലൈഫ് വെച്ച് നീ കളിച്ചു, ഞങ്ങൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ഇതുമൂലം പുറത്തുണ്ടായെന്നറിയോ എന്നൊക്കെ അനുമോളെടുത്ത് ഇവർ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർ ഈ പറയുന്നതോ ഒരു തങ്കച്ചന്റെ പേരെടുത്ത് ഇതിലേക്ക് വലിച്ചിട്ട്, അതും ബിഗ് ബോസ് വീട്ടിൽ ഇല്ലാത്ത പുറത്തു നിന്നുള്ള ഒരാളുടെ പേര് ഇതിലേക്ക് എടുത്തിട്ട് അനുമോളെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു. അതുകൂടാതെ അനീഷിനെ വശീകരിക്കായിരുന്നു, അനീഷിനെ മോഹിപ്പിക്കായിരുന്നു, നീ അനീഷിന്റെ ജീവിതം നശിപ്പിച്ചു എന്നുള്ള രീതിയിൽ അനുമോളെ പറയുന്നു. അപ്പൊ ഈ പറയുന്ന അനുമോൾക്ക് പുറത്ത് ജീവിതമല്ലേ, അപ്പൊ അനുമോൾക്ക് പുറത്ത് ജീവിക്കണ്ടേ? അപ്പൊ ഇവർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? അപ്പൊ ഇവരൊക്കെ എന്താണ് ഇത്ര സ്വാർത്ഥരായിട്ട് മാറുന്നത്? ഇവിടെ ഞാൻ നോക്കി കാണുന്നത് അനുമോളോടുള്ള ഇവരുടെ അസൂയ, കുശുമ്പ്, ദേഷ്യം, പക, ഇതൊക്കെയാണ് നമുക്കിവിടെ പ്രകടമാവുന്നത്. അനുമോൾ ഒരു തരത്തിലും ജയിക്കരുത്, അനുമോളെ ജയിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു തരം വാശിയാണ് ഇവരവിടെ കാണിച്ചു കൂട്ടുന്നത്. അനുമോളെ ദേഹത്തേക്ക് ഉള്ള കുറ്റങ്ങളും കുറവുകളും ഒക്കെ വെച്ചു കൊടുത്തുകൊണ്ട് അനുമോളെ എങ്ങനെയെങ്കിലും പ്രേക്ഷകരുടെ മുന്നിൽ നെഗറ്റീവ് ആക്കി എടുക്കണം. ഈ ലാസ്റ്റ് ദിവസം കിട്ടുന്ന ദിവസങ്ങളിൽ, അതായത് ഫിനാലെ വീക്കാണ്, മാക്സിമം വോട്ട് അനുമോളുടെ കുറയ്ക്കണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് അനുമോളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ അനുമോളെ ജീവിതം നശിച്ചാൽ അനുമോളുടെ എന്ത് സംഭവിച്ചാലും അവർക്ക് പ്രശ്നമില്ല, അനുമോൾ തോൽക്കണം എന്നൊരു ചിന്ത മാത്രമേ ഇവരെ സംബന്ധിച്ചിടത്തോളം. അതിന് വേണ്ടിയിട്ട് നീ കാശിന്റെ ബലത്തിലാണ് ഇവിടെ നിൽക്കുന്നതെന്ന്. വെറും കാശുണ്ടായി ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ പറ്റും എങ്കിൽ പിന്നെ അനുമോളെക്കാളും സ്വത്തുള്ള ആര്യനും അതുപോലെ തന്നെ ശൈത്യയും ഒക്കെ കാശിന്റെ പിൻബലത്തിൽ അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പൊ അവിടെ നിന്നേനില്ലേ? അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾക്ക് നിൽക്കാൻ സാധിച്ചില്ല? ഇത്രയും കാശുള്ള നിങ്ങൾക്ക് എങ്കിൽ പിന്നെ ഇവിടെ നിന്നൂടായിരുന്നു. ആര്യനൊക്കെ എന്ത് പണത്തിന്റെ കുറവാണുള്ളത്? എങ്കിൽ പിന്നെ ഇത്രയും കള്ളൗട്ട് ചെയ്യാം, ഇത്രയും കാശിന്റെ പിൻബലത്തിൽ നിൽക്കാന്നുണ്ടെങ്കിൽ ആര്യൻ ഇപ്പൊ ഫിനാലയിൽ കപ്പെടുക്കാനുള്ള ആ ലാസ്റ്റ് ടോപ്പ് 5 നിന്നേനില്ലേ? അപ്പൊ പണത്തിന്റെ ഹുങ്കിൽ അവിടെ എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റും? നിൽക്കാൻ പറ്റില്ല എന്നുള്ളതിന്റെ തെളിവാണ് ആര്യനൊക്കെ പുറത്തു പോയത്. അപ്പൊ പിന്നെ എന്തിന്റെ ബലത്തിലാണ് ഇന്നലെ അവിടെ പറയുന്നുണ്ടായിരുന്നത്? നീ ബിൻസി പറഞ്ഞ ഡയലോഗാണ്, നീ പണത്തിന്റെ ഇതുകൊണ്ട് മാത്രമാണ്, PR-ന്റെ ബലത്തിൽ മാത്രമാണ് നീ ഇവിടെ നിൽക്കുന്നതെന്ന്. ഒരിക്കലുമല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. പ്രേക്ഷകരുടെ വോട്ട് കൊണ്ട് മാത്രം നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് അനു. അവിടെ അനുവിന് PR ഉണ്ട് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഇവർക്കൊക്കെ PR ഇല്ലേ? ശൈത്യ തന്നെ പറഞ്ഞല്ലോ PR ഉണ്ട്, ആര്യന് PR ഉണ്ട്, അക്ബറിന് PR ഉണ്ട്, ഒക്കെ ഇതിന് PR ഉണ്ട്. അപ്പൊ PR ഇല്ലാത്തവരില്ല അവിടെ. അപ്പൊ PR ഉള്ളവരിൽ അനുമോൾക്ക് മാത്രം PR പാടില്ല എന്നിവർ വാശി പിടിക്കുന്നത് എന്ത് ദുഷിച്ച മനസ്സാണ്. ഇപ്പൊ അനുമോൾ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഒരിക്കൽ പോലും ഞാൻ അനുമോൾ പെർഫെക്റ്റ് ആണ്, അനുമോള് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്നില്ല. പക്ഷെ ഇവരെല്ലാവരും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്, എല്ലാവരും മോശമായിട്ട് വാക്കുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങളൊക്കെ പുണ്യാളന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് അനുമോളെ കുറ്റപ്പെടുത്തുന്നതിനോടാണ് എനിക്ക് ഈ വിഷയത്തിൽ യോജിക്കാൻ കഴിയാത്തത്. ഇവിടെ ഈ പറയുന്ന അനീഷുമായിട്ടുള്ള വിഷയത്തിൽ ഞാൻ പിന്നെയും പറയുന്നു, അനീഷുമായിട്ടുള്ള ഈ ഒരു ടോപ്പിക്കിൽ അനീഷാണ് ഈ പ്രേമ നാടകം കളിച്ചത്. പക്ഷേ എന്നിട്ടിപ്പോൾ കുറ്റം മുഴുവൻ അനുമോൾക്കാണ്. എന്നിട്ട് അനുമോളെ എല്ലാവരും കൂടി കുറ്റപ്പെടുത്തുന്നത് അറിഞ്ഞിട്ടും കണ്ടിട്ടും മിണ്ടാതിരിക്കുന്ന അനീഷിന്റെ ആ വൃത്തികെട്ട ഗെയിം ഉണ്ടല്ലോ, അതെനിക്ക് അംഗീകരിക്കാനായിട്ട് ഇപ്പോൾ ഒട്ടും കഴിയുന്നില്ല. ഞാൻ പലതവണ പറഞ്ഞു, അനീഷ് വളരെ ഫേക്ക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണല്ലോ ഈ അനുമോളെ ലാസ്റ്റ് നിമിഷത്തിൽ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ലവ് ട്രാക്ക് അനീഷ് പിടിച്ചത്. അല്ല, റിയൽ ലവ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും പേര് അനുമോളെ ഈ ഒരു ടോപ്പിക്കിൽ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും അനീഷ് ഇടപെടണ്ട. പക്ഷെ അനീഷിന് ഈ ഒരു ടോപ്പിക്കിൽ അനുമോളെ എല്ലാവരും കൂടി കുറ്റപ്പെടുത്തുമ്പോൾ അനീഷിനെ പറയാം, അതിന് അനുമോളെ നിങ്ങൾ പറയണ്ട എന്നൊരു വാക്ക് പറയാം. അവിടെ ഇടപെടാതെ അനീഷ് നിൽക്കുന്നുണ്ടെങ്കിൽ അനുമോളെ സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുമ്പിൽ വലിച്ചു കയറാൻ ഇട്ടുകൊടുത്ത് അതിന്റെ സിമ്പതി കാർഡ് കൊണ്ട് വോട്ട് പിടിക്കാൻ നോക്കുന്ന വൃത്തികെട്ട ഗെയിമറാണ് അനീഷ് എന്ന് എനിക്ക് തോന്നിപ്പോവാണ്. വേറെ വഴിയില്ല. എന്താ വെച്ചാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമുക്ക് കാണുമ്പോൾ പറയാതിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇനിയും മത്സരാർത്ഥികൾ കുറച്ച് പേരും കൂടി വരാനുണ്ട്. ഇനി എന്തൊക്കെ ടാർഗറ്റ് ആണ് അനുമോളുടെ അടുത്തെന്ന് പറയാനായിട്ട് കഴിയില്ല. എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അനുമോള് പതറാതെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അവിടെ സപ്പോർട്ടായിട്ട് ആരും കാര്യമായിട്ടില്ല. കാര്യം തന്നെയില്ല, അനുമോൾ ഒറ്റയ്ക്കാണെന്ന് പറയേണ്ടി വരും. ഏറ്റവും കട്ടപ്പകളായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ദൂഷിച്ച മനസ്സ്, ഞാൻ ബാക്കിയുള്ളവരൊക്കെ ഞാൻ വിട്ടാലും, കാരണം അവരൊക്കെ അനുമോൾക്ക് എതിരെ നിൽക്കുന്നവരാണ്. പക്ഷേ അനുമോളോട് ചെയ്യുന്ന ആദിലയും നൂറയും ചെയ്യുന്ന ആ ഒരു വൃത്തികെട്ട ഗെയിം ഉണ്ടല്ലോ, ആ വൃത്തികെട്ട ഗെയിമിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാനായിട്ട് കഴിയില്ല.
ഇവിടെ അനീഷിന്റെ അടുത്ത് തോന്നുന്ന അതിലപ്പുറം ദേഷ്യം എനിക്ക് ഈ ആദില നൂറ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളുടെ അടുത്ത് ആണ്. അവരെ ഓരോരുത്തർ വരുമ്പോൾ ഓരോരുത്തർ പറയുന്നതിനനുസരിച്ച് അനുമോളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇവർക്ക് ടോപ്പ് 5 വരണം. അതിനെ അനുമോളെ നെഗറ്റീവ് ആക്കി അനുമോളെ പറ്റിയാൽ പുറത്താക്കണം. ഇവർക്ക് ടോപ്പ് 5 വരണം, നൂറയ്ക്ക് വിജയിക്കണം. ഇതാണ് ഇപ്പോൾ അവരുടെ രണ്ടുപേരുടെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ടുള്ള പഠിച്ച പണി 18 രണ്ടുപേരും അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അനുമോളെയാണ്. അനുമോളെ മാക്സിമം നെഗറ്റീവ് ആക്കി അനുമോളെ വോട്ട് കുറച്ച് ഇവർക്ക് ടോപ്പ് 5 എത്താൻ എന്ന് വിചാരിച്ച് അനുമോളെ എന്താ പറയുക കട്ട് ചെയ്ത് കളയാൻ, അതായത് തട്ടിക്കളയാനുള്ള ഉദ്ദേശത്തിൽ വോട്ടിന്റെ എണ്ണം കുറച്ച് അനുമോളെ അവിടെ നിന്ന് മാറ്റി നിർത്തി ഇവർക്ക് കയറാനുള്ള ശ്രമമാണ് ഇവരവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് കളി കളിച്ചാലും പ്രേക്ഷകർ പൊട്ടന്മാരല്ല എന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. കാണുന്ന പ്രേക്ഷകർക്ക് ഏകദേശം സത്യവും മിഥ്യവും തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. നെല്ലും പതിരും തിരിച്ചറിയാനായിട്ട് പ്രേക്ഷകർക്കും കഴിയും. അല്ല, ഇവള് പറയുന്നുണ്ടായിരുന്നു ആദില പുറത്തിറങ്ങിയിട്ട് വേണം നെല്ലും പതിരും തിരിച്ചറിയാനായിട്ട്. നീ ഇനി തിരിച്ചറിയേണ്ട ആവശ്യകതയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും ജനങ്ങൾക്കറിയാം നെല്ലും പതിരും തിരിച്ചറിയാനായിട്ട്. അതിനനുസരിച്ചുള്ള കാര്യങ്ങളും വോട്ടിങ്ങും സപ്പോർട്ടും ഒക്കെ പുറത്തുനിന്ന് കിട്ടുന്നുണ്ട്. ഇനി അനുമോൾ വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും ബിഗ് ബോസ് സീസൺ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുമോളുടെ കണ്ടന്റ് തന്നെയാണെന്ന് പറയേണ്ടി വരും.